ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 33 വർഷം മുമ്പ് വെറ്ററിനറി ഡോക്ടറായിട്ടായിരുന്നു. ഏകദേശം ഒരു 30 വർഷം മുമ്പ് ഞാനൊരു റൂറൽ ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതൊരു മലയോര പ്രദേശമാണ്, റബ്ബർ കൃഷി നല്ലോണമുള്ള സ്ഥലമാണ്. അവിടെ ഒരു പ്രസൻറ്റ് ചെയ്തൊരു കേസാണ്, ഒരു പശുവാണ്. പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ പശു ഓൾമോസ്റ്റ് ഒരു 25 ലിറ്ററോളം റബ്ബർ പാല് അത് ഒറ്റയടിക്ക് അങ്ങ് കൺസ്യൂം ചെയ്യുന്നു. ഈ റബ്ബർ പാല് പശുവിൻ്റെ ആമാശയം സവിശേഷമായിട്ടുള്ളൊരു ആമാശയമാണ്, 4 അറകളുള്ള ഒരു ആമാശയമാണ്. അതിൽ റൂമൻ എന്ന അറയിൽ പോയിട്ട് റബ്ബർ പാല് കട്ട പിടിക്കുന്നു. ഞങ്ങളതിനെ വിളിക്കുന്നത് ഇമ്പാക്ഷൻ എന്നാണ് പറയുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല, ശസ്ത്രക്രിയ മാത്രമേ ഉള്ളൂ മാർഗം. നമ്മൾ സാധാരണ ചെയ്യുന്നത് ആ റൂമൻ ഓപ്പൺ ചെയ്ത് ആ സോളിഡിഫൈഡുള്ള കട്ട പിടിച്ചിട്ടുള്ള റബ്ബർ പാലെടുത്ത് മാറ്റും. പക്ഷേ അവിടെ ചെയ്യുന്ന മറ്റൊരു ഇൻ്റർവെൻഷൻ ഉണ്ട്. അറവുശാലകളിൽ പോയിട്ട് അവിടെ അറക്കുന്ന മൃഗങ്ങളുടെ റൂമനിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള റൂമൻ കണ്ടൻസ്, അതിനെ വിളിക്കുന്നത് കഡ് എന്നാണ് പറയുന്നത്, CUD കഡ്. ഈ കഡ് അതുപോലെ തന്നെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഈ റൂമനിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യും, കഡ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. കൂടാതെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏകദേശം ഒരാഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് ഈ റൂമനിൽ നിന്ന് വരുന്ന കണ്ടൻസുകൾ എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ട് കളക്ട് ചെയ്ത് ഈ പശുവിന് കുടിക്കാൻ കൊടുക്കും. നോർമലി ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയിൽ കൂടെ ഒരാഴ്ച കൊണ്ട് ഈ പശുവിൻ്റെ ദഹന പ്രവർത്തനം പൂർവ്വാവസ്ഥയിലാവും. അത് നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും പാലുൽപാദനം തുടങ്ങാനും അതോടൊപ്പം തന്നെ അതിൻ്റെ ചാണകം ശരിയായ രീതിയിൽ ഫോം ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ ഓർക്കാൻ കാരണം, ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ചും ഇന്ന് മോഡേൺ മെഡിസിനിൽ വളരെയധികം സാർവത്രികമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമാനമായിട്ടുള്ള ഒന്നാണ് ഫീക്കൽ ട്രാൻസ്പ്ലാന്റ്. അതായത് പല സങ്കീർണമായിട്ടുള്ള രോഗാവസ്ഥയിലുള്ള വ്യക്തികൾക്ക് ആരോഗ്യമുള്ള മനുഷ്യരുടെ സ്റ്റൂൾസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയകളും അതുപോലത്തെ മറ്റ് മൈക്രോബ്സും ഒരു ക്യാപ്സ്യൂൾ ഫോമിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള സ്റ്റൂൾ മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇന്ന് എമർജ് ചെയ്യുന്നുണ്ട്. അതിനെ ഫീക്കൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യ ശരീരത്തിനുള്ളിൽ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരവയവം. ഈ അവയവത്തിൻ്റെ പ്രത്യേകത, ഇത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, എക്സ്റേയിലോ അൾട്രാസൗണ്ടിലോ CT സ്കാനിലോ കാണാൻ കഴിയില്ല. ഇത് കാണണമെങ്കിൽ മൈക്രോസ്കോപ്പിൽ കൂടെ തന്നെ കാണേണ്ടി വരും. ഈ ഓർഗനെ ഞാൻ വിളിക്കുന്നത് UFO എന്നാണ്. UFO നമുക്കറിയാം, അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഓബ്ജക്ട്സിനാണ് UFO എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ മെഡിക്കൽ സയൻസിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാവുന്നത് അൺഓർഗനൈസ്ഡ് ഫങ്ഷണൽ ഓർഗൻ എന്ന് വേണേൽ വിളിക്കാം. ആ ഓർഗൻ്റെ പേരാണ് ഹ്യൂമൻ മൈക്രോബയോം. ഇന്ന് ദഹന സംബന്ധമായ പ്രോബ്ലംസ് ആയിട്ടുള്ള, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, GERD, ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ് ആയിരിക്കാം, ഇൻഫെക്ഷ്യസ് ബവൽ ഡിസീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് ആയിരിക്കാം, അൾസറേറ്റീവ് കോളൈറ്റിസ് ആയിരിക്കാം, തുടങ്ങിയിട്ടുള്ള കണ്ടീഷൻസ് കൂടാതെ ഇന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ, ഡയബറ്റിസ്, അമിതവണ്ണം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അതുപോലെ തന്നെ അലർജീസ്, ഡിമെൻഷ്യ, പാർക്കിൻസൺസ് ഡിസീസ്, ഓട്ടിസം തുടങ്ങിയിട്ടുള്ള എല്ലാ കണ്ടീഷൻസിലും ഗട്ട് മൈക്രോബയോമിൻ്റെ റോള് ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് പ്രിവെൻഷനിലും ട്രീറ്റ്മെൻറ്റിലും ഇതൊരു വളരെ സെൻട്രൽ എലമെൻ്റ് ഓഫ് റിസർച്ച് ആൻഡ് ഡിസ്കഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, സ്വാഭാവികമായിട്ടുള്ള പ്രസവം നടക്കുന്ന സമയത്ത് അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പ്ലാസൻ്റ പൊട്ടി പുറത്തേക്ക് വരും, ബെർത്ത് കനാലിൽ കൂടെ പുറത്തേക്ക് വരും. ഈ സമയത്ത് ഈ പ്ലാസൻ്റൽ കണ്ടൻസും അതുപോലെ തന്നെ വെജൈനൽ കണ്ടൻസും കുട്ടിയുടെ വായുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവും. ഇത് കുട്ടിയുടെ ശരീരത്തിലോട്ട് കടക്കുന്ന വളരെ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മൈക്രോബ്സിൻ്റെ, സൂക്ഷ്മജീവികളുടെ വലിയൊരു ഡോസാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ഇനിഷ്യൽ ഡോസ് ഓഫ് വാക്സിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇതുകൂടാതെ അതിനുശേഷം അമ്മയുടെ മുലപ്പാലിൽ നിന്ന്, അതുപോലെ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന്, പാനീയങ്ങളിൽ നിന്ന്, നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇടപഴകുന്ന ചുറ്റുപാടുകളിൽ നിന്ന്, അത് മണ്ണായിരിക്കാം, മലിനപ്പെട്ട വസ്തുക്കളായിരിക്കാം, ചെടികളായിരിക്കാം, മൃഗങ്ങളായിരിക്കാം, തുടങ്ങിയവ എല്ലാത്തിൽ നിന്ന് സ്വാംശീകരിക്കുന്ന ഈ സൂക്ഷ്മജീവികളൊക്കെ തന്നെ ചേർന്ന് മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ വളരെ വലിയൊരു സൂക്ഷ്മജീവ വ്യവസ്ഥ, ഒരു മൈക്രോബയോം രൂപപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഓൾമോസ്റ്റ് 70% ഇരിക്കുന്നത് നമ്മളുടെ ദഹനവ്യൂഹത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള മൈക്രോബയോം ഈസ് കോൾഡ് ഗട്ട് മൈക്രോബയോം. ഈ സൂക്ഷ്മജീവ വ്യവസ്ഥയുടെ പ്രത്യേകത,
ഏകദേശം ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ 1000-ൽ പരം സൂക്ഷ്മജീവികൾ, ടൈപ്പ് ഓഫ് സ്പീഷീസ് ഓഫ് ബാക്ടീരിയയും കുറച്ച് വൈറസ്, ഫംഗസ്, പാരസൈറ്റ്സ് എല്ലാം കൂടെ ചേർന്ന് വരുന്നൊരു സൂക്ഷ്മജീവി വ്യവസ്ഥയാണ്. ഓൾമോസ്റ്റ് ഒരു 1.5 കിലോഗ്രാമോളം ഭാരമുണ്ടാവും ഇതിന്. ഈ ഒരു സിസ്റ്റം, ഈ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്നത് ഒരു സിംബയോസിസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു പരസ്പര പൂരകമായ രീതിയിൽ, അതായത് ഈ വ്യവസ്ഥ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനും വളരെ ബെനിഫിഷ്യലാണ്, സൂക്ഷ്മജീവികൾക്കും വളരെ ബെനിഫിഷ്യലാണ്. അപ്പോൾ ദിസ് ഈസ് കോൾഡ് എ സിംബയോട്ടിക് ഒരു എൻവയറമെൻറ്റ് ഇൻ ഹ്യൂമൻ ബോഡി. ഈ ഗട്ട് മൈക്രോബയോം ഹൈലി ഡൈവേഴ്സിഫൈഡ് ആണ്, അതുപോലെ റിച്ച് ആണ്, അതുപോലെ റെസിലിയൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ വളരെ വൈവിധ്യങ്ങളായിട്ടുള്ള സൂക്ഷ്മജീവികൾ ഇതിനകത്തുണ്ട്. പലതരത്തിലുള്ള, ഇപ്പോഴും നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് ടാബുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റിച്ച് ആയിട്ടുള്ള മൈക്രോബ്സ് ഉണ്ട്. മാത്രമല്ല ഇതിന് വളരെ റെസിലിയൻ്റ് നേച്ചറുണ്ട്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ചലഞ്ചസ് ഉണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ പൂർവാവസ്ഥയിലോട്ട് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നൈസർഗികമായിട്ടുള്ള കഴിവ് ഈ സൂക്ഷ്മജീവി വ്യവസ്ഥകൾക്കുണ്ട്. ഇന്നത്തെ പല മെഡിക്കൽ പഠനങ്ങളും പറയുന്നത് ഈ നമ്മളുടെ ഗട്ട് മൈക്രോബയോം നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും പരസ്പരം കണക്റ്റഡാണ്, കമ്മ്യൂണിക്കേറ്റഡാണ് നമുക്കറിയാം. ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ, ആ നെറ്റ്വർക്കിനകത്ത് ഒരു സെൻട്രൽ എലമെൻറ്റ്, ഒരു കീ റോൾ പ്ലേ ചെയ്യുന്നത് ഗട്ട് മൈക്രോബയോമിനാണ്. മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം, ഡൈജഷൻ സിസ്റ്റം, മെറ്റബോളിസം, അതുപോലെ നമ്മുടെ നെർവസ് സിസ്റ്റം, ബ്രെയിൻ ഫങ്ഷൻസ്, ഹോർമോൺ സിസ്റ്റം തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെയും വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ ഗട്ട് മൈക്രോബയോം. ഇതിൻ്റെ എമർജിങ് ആയിട്ടുള്ള പഠനങ്ങളും കണ്ടെത്തലുകളും ഒക്കെ തന്നെ മെഡിക്കൽ സയൻസിൽ ആരോഗ്യത്തെക്കുറിച്ചും രോഗചികിത്സയുള്ള കാഴ്ചപ്പാടിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗട്ട് മൈക്രോബയോമിനെ കുറിച്ച് പ്രസിദ്ധമായ പല പഠനങ്ങളും നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ എമറാൻ മേയർ. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ്, അതുപോലെ തന്നെ അദ്ദേഹം ഒരു ന്യൂറോ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള 2 ബുക്കുകളുണ്ട്. ഒന്ന് ഗട്ട് ഇമ്മ്യൂൺ കണക്ഷൻ, മറ്റൊന്ന് മൈൻഡ് ഗട്ട് കണക്ഷൻ. അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നത് നമ്മളുടെ സൂക്ഷ്മജീവ വ്യവസ്ഥ വളരെയധികം മാറ്റങ്ങൾ മായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കാട്ടിൽ ജീവിച്ച ഹണ്ടർ ഗ്യാദർ ഏജിലുള്ള വ്യക്തികളുടെ ഗട്ട് മൈക്രോബയോം, അല്ലെങ്കിൽ കൃഷിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു അഗ്രേറിയൻ മൈക്രോബയോം, ഇന്ന് ആധുനിക രീതിയിൽ പട്ടണങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു അർബൻ ഗട്ട് മൈക്രോബയോമിൽ വളരെയധികം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമാണ്. ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗട്ടിലുള്ള മൈക്രോ ഓർഗാനിസംസ് അതിന് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്നും അത് വളരെയധികം തരത്തിലുള്ള മോളിക്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് വിളിക്കുന്ന മെറ്റബോളൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അത്തരത്തിലുള്ള ആയിരക്കണക്കിന് മെറ്റബോളൈറ്റ്സിനെയാണ് ഈ സൂക്ഷ്മജീവികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മെറ്റബോളൈറ്റ്സ് നമ്മുടെ ശരീരത്തിൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ രക്തത്തിൽ കാണുന്ന മെറ്റബോളൈറ്റ്സുകളിൽ ഏകദേശം 30 മുതൽ 50% ഈ സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്നതാണ്. ഈ മെറ്റബോളൈറ്റ്സ് നമ്മുടെ ശരീരവുമായിട്ട് സങ്കീർണമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മോഡിഫൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഭക്ഷണം കൂടാതെ തന്നെ നമ്മുടെ ബൈൽ ആസിഡ്സ്, നമ്മുടെ ഹോർമോൺസ്, ഇതൊക്കെ നമ്മുടെ സൂക്ഷ്മജീവികളുമായിട്ട് ഇടപഴകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു അമിനോ ആസിഡാണ് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത്. ഈ ട്രിപ്റ്റോഫാൻ ചില സന്ദർഭങ്ങളിൽ ചില ബാക്ടീരിയകൾ, ചില സൂക്ഷ്മജീവികൾ വളരെ സപ്പോർട്ടീവായിട്ടുള്ള സിറട്ടോണിൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഹോർമോണാണ്. ശരീരത്തിൽ ഒത്തിരിയധികം പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് സിറട്ടോണിൻ. ചില സൂക്ഷ്മജീവികൾ സിറട്ടോണിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മറ്റ് ചില സൂക്ഷ്മജീവികൾ ഈ ട്രിപ്റ്റോഫാനിൽ നിന്നുണ്ടാക്കുന്നത് കാനോന്യൂറിൻ എന്ന് പറയുന്നിട്ടുള്ളൊരു മറ്റൊരു മെറ്റബോളൈറ്റാണ്. ഇതാണെങ്കിലോ ഇത് നമ്മളുടെ നാഡികൾക്കും തലച്ചോറുകൾക്കും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന മോളിക്യൂൾസ്, ന്യൂറോ ഡീജനറേറ്റീവ് ആൻഡ് ന്യൂറോ ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസ് ചില സന്ദർഭങ്ങളിൽ ഇതുണ്ടാക്കുന്നുണ്ടാവും. മറ്റു ചില സന്ദർഭങ്ങളിൽ ഈ ട്രിപ്റ്റോഫാനെ ഇൻഡോൾസ് എന്ന് പറയുന്ന മറ്റൊരു മെറ്റബോളൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത് അൽഷിമേഴ്സും അതുപോലെ തന്നെ ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കുന്നതിന് കാരണമാവുന്ന ചില മെറ്റബോളൈറ്റ്സ് ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ആ ഭക്ഷണം നമ്മളുടെ ശരീരത്തിലുള്ള സൂക്ഷ്മജീവികളുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ല എങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുന്നു എന്നുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗട്ട് മൈക്രോബയോം ഉൽപ്പാദിപ്പിക്കുന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്,
ഇപ്പോൾ ബ്യൂട്രേറ്റ് എന്ന് പറയുന്ന ഹൈലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഇമ്മെൻസ് ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്. എന്നാൽ സപ്പോസ് ഗട്ട് മൈക്രോബയോം ഉണ്ടാക്കുന്നത് പ്രൊപ്പിയോണിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു മെറ്റബോളൈറ്റ് ആണെങ്കിൽ, ആൻഡ് ഇറ്റ് ഈസ് വെരി കോമൺലി കണക്റ്റഡ് ടു ഓട്ടിസം, അതുപോലെ കൊഗ്നിറ്റീവ് ഇഷ്യൂസിൽ പ്രൊപ്പിയോണിക് ആസിഡ് റിലവൻസ് ഉണ്ട്. ഇനി ചില സന്ദർഭങ്ങളിൽ അതുണ്ടാക്കുന്നത് ബീറ്റ ഗ്ലൂക്കോറോണിഡേസ്. ഈ പേരുകളൊക്കെ കുറച്ച് സങ്കീർണമാണ്. അത് നമ്മളുടെ ശരീരത്തിലെ ഈസ്ട്രജൻ്റെ ഡോമിനൻസിന് കാരണമാക്കിയേക്കാവുന്ന ഒരു ഗട്ട് മൈക്രോബയോം ഫങ്ഷനിൽ നിന്ന് വരുന്ന ഒന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് കൂടുതലും യൂട്രൈൻ ഫൈബ്രോയിഡും ക്യാൻസർ പോലുള്ള കണ്ടീഷൻസിൽ ഈ പറയുന്ന മൈക്രോബ്സിൻ്റെ പ്രസൻസ്, ഈ മെറ്റബോളൈറ്റ്സിൻ്റെ പ്രസൻസ് ഇന്ന് വളരെ റിലവൻ്റ് ആയിട്ട്, മെഡിക്കലി വളരെ റിലവൻ്റ് ആയിട്ടെന്നുള്ളതാണ്. അതുപോലെ എക്ലെപ്സി അല്ല, കൈൻഡ് ഓഫ് ഓർഗാനിസംസിൻ്റെ മെറ്റബോളൈറ്റ്സുകൾ ആർത്രൈറ്റിസുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരു പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പബ്മെഡിൽ നോക്കിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷനും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മൈക്രോബയോമിൻ്റെ റിലവൻസും നമുക്ക് വളരെയധികം കണ്ടെത്താൻ സാധിക്കും. സോ മെനി റിസർച്ച് ആർട്ടിക്കിൾസ് ആൻഡ് പേപ്പേഴ്സ് ആൻഡ് സ്റ്റഡീസ് ആർ ഓൾറെഡി ഇൻ ദ ലിറ്ററേച്ചർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള ഗട്ടിലെ ആ സിംബയോട്ടിക് ആയിട്ടുള്ള എൻവയറമെൻറ്റിൽ എന്ത് മാറ്റം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ അതിനെ വിളിക്കുന്നത് ഗട്ട് ഡിസ്ബയോസിസ് എന്നുള്ള. നേരത്തെ സിംബയോസിസ് ആയിരുന്നു, വളരെ കോംപ്ലിമെൻ്ററി ആയിട്ടൊരു എക്സിസ്റ്റൻസ് ആയിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ശത്രുതാ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന സൂക്ഷ്മജീവ വ്യവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിപ്പോയി. ഗട്ട് ഡിസ്ബയോസിസ് എന്ന് പറയും. ആ ബാലൻസ് അല്ലെങ്കിൽ ആ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുന്നു. ഈ ചേഞ്ച് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ടോക്സിനുകളാണ്. നമ്മുടെ ശരീരത്തിൽ കടന്നു വരുന്ന വിഷാംശങ്ങളാണ്. ഒരുപക്ഷെ നമ്മളതൊരു അക്യൂട്ട് ടോക്സിൻ ആയിരിക്കില്ല, ഒരു മോസ്റ്റ്ലി സ്ലോ ടോക്സിൻസ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഹെവി മെറ്റൽസ്, ഇപ്പോൾ മെർക്കുറി ആയിരിക്കാം, അല്ലെങ്കിൽ ലെഡ് ആയിരിക്കാം, കാഡ്മിയം ആയിരിക്കാം. അതിൻ്റെയൊക്കെ സോഴ്സസൊക്കെ ഇന്ന് നമുക്ക് കണ്ടെത്താൻ നിങ്ങൾക്ക് ഗൂഗിൾ നിങ്ങളെ സഹായിക്കും. അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് പെസ്റ്റിസൈഡ്സ്. നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ്, അതുപോലെ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ഉപയോഗിക്കുന്ന എമൾസിഫയേഴ്സ് ആയിരിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടെ തന്നെ കടന്നു വരുന്ന ഒത്തിരി ഫുഡ് ട്രിഗേഴ്സുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ പോപ്പുലറായിട്ടുള്ള ഹാമിങ് ആയിട്ടുള്ള ഒന്നാണ് ഗ്ലൂട്ടൻ. ഗോതമ്പിൽ അടങ്ങിയിട്ടുള്ള ഒരു അമൈനോ ആസിഡാണ് ഗ്ലൂട്ടൻ, അല്ലെങ്കിൽ പാലായിരിക്കാം. രണ്ടാമത് ഗട്ട് ഡിസ്ബയോസിസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സാണ്. അതായത് വളരെയധികം നാൾ നീണ്ടു നിൽക്കുന്ന എന്നാൽ വളരെ അക്യൂട്ടായിട്ടുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടാക്കാത്ത സ്ട്രെസ് ആയിരിക്കാം. നമ്മുടെ മൈക്രോബയോം ഇത്തരത്തിലുള്ളൊരു ക്രോണിക് സ്ട്രെസ്സിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒന്നേ അല്ല. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ വളരെയധികം ഓവർ തിങ്കിങ്ങോ അല്ലെങ്കിൽ ആങ്ഷ്യസോ അല്ലെങ്കിൽ ഡിപ്രഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൂഡ് ഡിസോർഡേഴ്സൊക്കെ ക്രോണിക് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ദ സയൻസ് സേസ് ദാറ്റ് ഇത് നമ്മുടെ ഗട്ട് മൈക്രോബയോമിനെയും അതിൻ്റെ ഫങ്ഷൻസിനെ എഫക്റ്റ് ചെയ്യും. സോ അതായത് അവർ ഗട്ട് മൈക്രോബയോം ഈസ് ലിസണിങ് ടു അവർ തോട്ട്സ് ആൻഡ് ഇറ്റ് ഈസ് ദ അതർ വേ ഓൾസോ. സോ ബ്രെയിൻ ക്യാൻ ഓൾസോ ഇൻഫ്ലുവൻസ് അവർ ഗട്ട് ആൻഡ് ഗട്ട് ക്യാൻ ഇൻഫ്ലുവൻസ് അവർ ബ്രെയിൻ. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം ക്രോണിക് സ്ട്രെസ്സ് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ജസ്റ്റ് ഇപ്പോൾ ഉദാഹരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കോവിഡിൻ്റെ സമയത്ത് ഗ്ലോബൽ പോപ്പുലേഷൻ തന്നെ എന്തുമാത്രം സ്ട്രെസ്സിലായിരുന്നു. ആൻഡ് ദിസ് ഹാസ് റാഡിക്കലി ചേഞ്ച്ഡ് അവർ ഗട്ട് മൈക്രോബയോം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഒരുപക്ഷെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ്, നല്ലതുമാണ് ചീത്തയുമാണ്, ഓവർ സാനിറ്റൈസേഷൻ. നമ്മളിന്ന് വൃത്തിയിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒന്നാണ്. വൃത്തി വളരെ ആവശ്യമാണ്, പല സന്ദർഭങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ എൻവയറമെൻറ്റുമായിട്ടുള്ളൊരു ക്ലോസ് കണക്ടിവിറ്റിയെ പലപ്പോഴും അത് ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മണ്ണുമായിട്ടുള്ള ബന്ധം, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, ചെടികളുമായിട്ടുള്ള ബന്ധം, മൃഗങ്ങളുമായിട്ടുള്ള ബന്ധം, സോയിൽ മൈക്രോബയോം ഉണ്ട്. ആൻഡ് ദി സോയിൽ മൈക്രോബയോം ഈസ് ക്ലോസ്ലി കണക്റ്റഡ് ടു ഹ്യൂമൻ മൈക്രോബയോം ആൻഡ് ദർ ഈസ് എ ഡിസ്കണക്ട് നൗ. ഇന്ന് അതിനകത്ത് വലിയ ബന്ധമൊന്നുമില്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്ന് വളരെയധികം നമ്മൾ ഡ്രഗുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി എൻ ആൻറ്റിബയോട്ടിക്, സ്റ്റാറ്റിൻസ് ആവാം, അല്ലെങ്കിൽ സൈക്കാട്രിക് മരുന്നുകളാവാം, സ്റ്റിറോയിഡുകളാവാം. പലതും നമുക്ക് ചിലപ്പോൾ ആവശ്യമായേക്കാം, പക്ഷേ അത് മൈക്രോബ്സിന് സപ്പോർട്ടീവ് അല്ല. അല്ലെങ്കിൽ ആസിഡിറ്റിക്ക് ഉപയോഗിക്കുന്ന PPA ഡ്രഗ്സുകളായിരിക്കാം, ബർത്ത് കൺട്രോൾ പിൽസുകളായിരിക്കാം, ആസ്പിരിൻ പോലുള്ള മറ്റു മരുന്നുകളായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗട്ട് മൈക്രോബയോമിന് ശത്രുതാ രീതിയിൽ പ്രവർത്തിക്കുന്ന അവസ്ഥകൾ. അപ്പോൾ ചോദ്യം, നമുക്കിനി എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ള. ഇന്ന് ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീസിൽ തന്നെ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ പെർസ്പെക്റ്റീവ് ഉള്ള എല്ലാ ആൾക്കാരും ഈ ഒരു
സബ്ജക്റ്റിന്, ഈ ഒരു വിഷയത്തിന് ടോപ്പ് പ്രയോറിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് മാത്രമല്ല ഗട്ട് മൈക്രോബയോമിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഈവൻ നിങ്ങളുടെ കാർഡിയോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റോ ഒക്കെ തന്നെ വരുന്ന ദിവസങ്ങൾ, വരുന്ന ഭാവിയിൽ ഡെഫിനറ്റ്ലി അവരുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിനകത്ത് ഗട്ട് മൈക്രോബയോം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഗട്ട് മൈക്രോബയോമിന് പ്രോബ്ലം ഉണ്ടോ, ഡിസ്ബയോസിസ് ഉണ്ടോ എന്നൊരു പ്രോബ്ലം കണ്ടുപിടിക്കാൻ എങ്ങനെ സാധിക്കും? വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. ഇന്ന് ഗ്ലോബലി ഇതിൽ ഒത്തിരി റിസർച്ചുകളും ഒരുപാട് ടെസ്റ്റുകളും ലബോറട്ടറികളും ഒക്കെ തന്നെ ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഫങ്ഷണൽ മെഡിസിൻ ലബോറട്ടറികളുണ്ട്, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സ്റ്റൂൾ ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ സ്റ്റൂൾസ് പരിശോധിച്ചിട്ട് ഗട്ട് മൈക്രോബയോം എന്താണെന്ന് പറയാൻ സാധിക്കും. അതുപോലത്തെ ഒത്തിരി ലാബുകൾ വരുന്നുണ്ട്. പക്ഷേ ഒരു പരിധിവരെ ഇതിന് ഈ ടെസ്റ്റുകൾക്കും ഇത്തരത്തിലുള്ള നിർണ്ണയങ്ങൾക്കൊക്കെ തന്നെ ഇന്ന് ഇതൊക്കെ തന്നെ ഒരു ശൈശവ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അമിത പ്രാധാന്യം കൊടുത്തു പോകുന്നു, അല്ലെങ്കിൽ എവിടെ പ്രാധാന്യം കൊടുക്കണം നമുക്കറിയില്ല. പക്ഷേ ലളിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഹാർമണിയിൽ എടുക്കുന്നൊരു അപ്രോച്ചുണ്ട്. അതൊരു 3 ടയർ അപ്രോച്ചാണ്. നമ്പർ 1 അതിനെ വിളിക്കുന്നത് വീഡിങ്, സീഡിങ് ആൻഡ് ഫീഡിങ് എന്നാണ് പറയുന്നത്. വീഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ നാൾ കൃഷി ചെയ്യാതെ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി, അത് കാടും പടലും ഒക്കെ വളർന്നു കയറി ഉപയോഗശൂന്യമായിട്ട് കിടക്കാമെന്ന് വിചാരിക്കും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കംപ്ലീറ്റ് കളകളെടുത്ത് മാറ്റുക, മണ്ണ് ഇളക്കുക, അവിടെ പോഷകം പറ്റുന്ന രീതിയിലുള്ള വളങ്ങളൊക്കെ ചേർക്കുക. അതിനുശേഷം നല്ല ചെടികൾ അവിടെ കൊണ്ട് നട്ടുപിടിപ്പിക്കുക, അതിനെ നല്ലൊരു കൃഷി സ്ഥലമാക്കി എടുക്കുക. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗട്ട് മൈക്രോബയോമിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ആദ്യം ചെയ്യേണ്ടത് വീഡിങ് തന്നെയാണ്. അതായത് ഗട്ടിന് ഡാമേജിങ് ആയിട്ടുള്ള ഭക്ഷണ പാനീയങ്ങളെയൊക്കെ തന്നെ കഴിവതും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി സൂചിപ്പിച്ചു, ഗ്ലൂട്ടൻ ഒരു മേജറായിട്ടുള്ള ഒരു ഗട്ട് കില്ലറാണ്. അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സ് ഓർ റിഫൈൻഡ് ആയിട്ടുള്ള വളരെ സംസ്കരിച്ചിട്ടുള്ള ധാന്യങ്ങളും സ്റ്റാർച്ചും ഷുഗറും ഒക്കെ തന്നെ ഭക്ഷണത്തിൽ നിന്ന് എത്രത്തോളം ഒഴിവാക്കാമോ അത് വളരെയധികം ഗട്ട് സപ്പോർട്ടീവാണ്. ഇനി മറ്റൊന്ന് സീഡിങ് ആണ്. ഗട്ടിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക, ഒരു സിംബയോട്ടിക് ആയിട്ടുള്ളൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് വി യൂസ് ബോത്ത് പ്രീബയോട്ടിക്സ് ആൻഡ് പ്രോബയോട്ടിക്സ്. പ്രീബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നല്ല നാരുകളടങ്ങുന്ന ഭക്ഷണങ്ങളാണ്. കാരണം ഈ നാരുകളാണ് നമ്മുടെ സൂക്ഷ്മജീവികൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം. ഡോക്ടർ ഡെനിസ് ബർക്കിറ്റ്, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഡോക്ടറാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു ബുക്കുണ്ട്, ഡോണ്ട് ഫർഗെറ്റ് ഫൈബർ ഇൻ യുവർ ഡയറ്റ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ നാരുകളെക്കുറിച്ച് മറന്നു പോകരുത് എന്നുള്ളതാണ്. നാരുകൾക്ക് വളരെയധികം റോളുണ്ട്. പലപ്പോഴും ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഒരു പ്ലാന്റ് ബേസ്ഡ് ഡയറ്റാണ്. കാരണം വി നീഡ് ലോട്ട് ഓഫ് ഫൈബർ. കാരണം ഫൈബർ ഈസ് ഫുഡ് ഫോർ അവർ ഗട്ട് മൈക്രോബയോംസ്. അപ്പോൾ ഹൈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഹൈ ഫൈബർ റിച്ചിലോട്ട് കൺവേർട്ട് ചെയ്യുക, നല്ലോണം ഫൈബറുകൾ കൊടുക്കുക. മേ ബി പല സന്ദർഭങ്ങളിലും ചിലപ്പോൾ ഇത്തരത്തിലുള്ള നല്ല കൾച്ചേർഡ് ആയിട്ടുള്ള ബാക്ടീരിയകൾ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം ഞാൻ നേരത്തെ ഫീക്കൽ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞു. എല്ലാ സന്ദർഭങ്ങളും അത് വേണ്ടി വരില്ല. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയകൾ അടങ്ങുന്ന ഭക്ഷണങ്ങളും അതുപോലെ ബാക്ടീരിയകൾ കിട്ടുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻസുകളൊക്കെ കൊടുത്ത് ഗട്ടിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വീഡിങ്, സീഡിങ് ആൻഡ് ഫീഡിങ്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള മറ്റ് ഫുഡുകളും കൂടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ലെറ്റ് ദ ബാക്ടീരിയ ഗ്രോ ഓർ മൈക്രോ ഓർഗാനിസംസ് ഗ്രോ. അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പോളിഫിനോൾസ് ആണ്. പോളിഫിനോൾസ് എന്ന് പറഞ്ഞാൽ ചെടികളിലും പഴങ്ങളിലും പച്ചക്കറികളിലും ഇലക്കറികളിലും കാണുന്ന കളേർഡ് കോമ്പൗണ്ടാണ് ഫൈറ്റോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫൈറ്റോ ന്യൂട്രിയൻസും ഫൈബറും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ശരിക്കും ബാക്ടീരിയ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇനി വരുന്ന കാലങ്ങളിൽ ആരോഗ്യ സംരക്ഷണത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ രോഗചികിത്സയിലായിക്കോട്ടെ, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അൺഓർഗനൈസ്ഡ് ഹൈലി ഫങ്ഷണൽ ഓർഗനായിട്ടുള്ള ഗട്ട് മൈക്രോബയോമിനെ അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. Any health program or any treatment program, it should have gut microbiome as a key element.